ഹലോ ഗൈസ്, ആക്കാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 1121 നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ബാലൻസ് ഏകദേശം 4000 രൂപയാണ്. അപ്പോൾ ഞാൻ ഓപ്ഷൻ ബൈ ചെയ്യുന്നില്ലേ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഓപ്ഷൻ ബൈ ആണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ ഫണ്ടിൻ്റെ 25% നമ്മളിപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു മെയിൻ ട്രേഡാണ് ഇന്ന് എടുത്തത്. അത് ഒരു മെയിൻ ട്രേഡ് 2 തവണയായിട്ടാണ് എടുത്തത്. ഏകദേശം 500 പിന്നെ ഒരു 800 500 ആണ് ടാർഗറ്റ് ഇട്ട് ഞാൻ ബുക്ക് ചെയ്തെടുത്തത് പ്രോഫിറ്റ്. പിന്നെ അത് ഞാനിപ്പോൾ ട്രേഡ് എടുത്ത ലൊക്കേഷൻ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നിഫ്റ്റിയിലാണ് 2 ട്രേഡ് എടുത്തത്. ഫസ്റ്റ് ട്രേഡ് എടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനായിരുന്നു. ഓക്കെ, ഈ ഒരു ലൊക്കേഷനിലാണ് ഞാൻ ഫസ്റ്റ് ട്രേഡ് എടുത്തത്. ഓക്കെ, അവിടുന്ന് നൈസായിട്ട് നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് അപ്പായിട്ട് ഈ ലെവലിൽ പോയിട്ട് വന്നു, റീടെസ്റ്റ് വന്നു. ആ റീടെസ്റ്റ് വന്ന ടൈമിൽ പെട്ടെന്നൊരു ട്രേഡ് എടുത്തു. അതിൻ്റെ അകത്ത് ഏകദേശം ഒരു 20 പോയിൻ്റ് ഞാൻ ക്യാച്ച് ചെയ്തെടുത്തു. ഓക്കെ, അവിടുന്ന് ഒരു 20 പോയിൻ്റ് ഞാൻ ക്യാച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഈ ഒരു സെക്കൻഡ് ക്യാൻഡിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തെടുത്തു. കാരണം മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് സൈഡ് വേസ് ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതായത് ഈ ഒരു ഹൈ കഴിഞ്ഞ് പോയി കഴിഞ്ഞാലാണ് പിന്നെ ട്രേഡ് എടുക്കുകയുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു വലിയ ക്യാൻഡിൽ കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് കട്ടാക്കി. കാരണം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ലായിരുന്നു, എങ്ങോട്ടും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഒരു ക്യാൻഡിൽ, അതായത് ഒരു ബ്രേക്ക് ഔട്ടായിരുന്നു ഈ ഒരു ബ്രേക്ക് ഔട്ട്. ഇത് ഏകദേശം ഒരു 2 മണിക്ക് കിട്ടിയ ബ്രേക്ക് ഔട്ടാണ്. ആ ബ്രേക്ക് ഔട്ട് വന്ന വഴി ഞാൻ ഈ ഒറ്റ ക്യാൻഡിൽ തന്നെ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ, അതിനൊരു 500, അതായത് ഒരു 10 പോയിൻ്റ് എനിക്ക് അതിലും കിട്ടി. ഇപ്പോൾ മൂവ്മെൻറ്റ് ഭയങ്കര കുറവായിരുന്നു, പക്ഷേ എന്നാൽ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് മാറി. അപ്പോൾ ഏകദേശം ഇന്നൊരു 1121 രൂപയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് ട്രേഡിംഗ് ഫീസായിട്ട് പോകുന്ന ഏകദേശം 61 രൂപയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1150 രൂപ എന്തായാലും നമുക്ക് നാളെ പ്രോഫിറ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മുടെ വീഡിയോ കണ്ടവർക്ക് എല്ലാവരും തന്നെ ഇന്ന് പ്രോഫിറ്റ് ആയിരിക്കണം. കാരണം നമ്മൾ ഇന്ന് ചറപറ ട്രേഡൊന്നും എടുത്തില്ല. 1 2 3 ട്രേഡിൽ കൂടുതൽ നമ്മളിന്ന് എടുത്തിട്ടില്ല. നല്ല പ്രോഫിറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു വ്യക്തമായിട്ടുള്ള പ്ലാൻ വേണം. നമ്മൾ എവിടെ എൻട്രി ചെയ്യും, എവിടെ എക്സിറ്റ് ചെയ്യും. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് അടിക്കുവാണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു 3-4 പോയിൻ്റ് കയറിയിട്ട് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുക. ഇപ്പോൾ നമ്മൾ ഓർക്കും അന്നേരം ബുക്ക് ചെയ്യായിരുന്നു, അത് കുഴപ്പമില്ല. എൻ്റെ ഫസ്റ്റ് ട്രേഡ് എനിക്ക് ലോസ് ആയിരുന്നു. ഈ 228 അല്ലെങ്കിൽ ലൈവ് കണ്ടറിയാം. ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ഇറങ്ങി പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വന്ന ട്രേഡാണ് ഇത്. ഞാൻ 800 രൂപയ്ക്ക് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ സെയിം സാധനം തന്നെ ഞാൻ ഒന്നുകൂടി ട്രേഡ് എടുത്ത് ഒരു 500 റുപ്പീസും കൂടി ടാർഗറ്റ് ഇട്ട് കയറ്റി. ഇപ്പം ടോട്ടൽ 1310. അതിൻ്റെ അകത്ത് തന്നെ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എസ് എൽ ഈസ് യുവർ ഗോഡ്. അതായത് നമ്മൾ SL ആണ് നമ്മുടെ ദൈവം. നമ്മൾ SL ഇട്ട് മാത്രം ട്രേഡ് ചെയ്യുക. പിന്നെന്താണ് ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്തൊരു ട്രേഡിംഗ് സെക്ഷനിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്.